എല്ലാ വിഷയങ്ങളുടെയും ഓണപരീക്ഷയുടെ ആൻസർ പേപ്പർ കിട്ടി. എന്താ മക്കൾ നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾക്ക് ചെറിയൊരു സങ്കടം തോന്നുന്നുണ്ടല്ലേ? ചെറിയൊരു കുറ്റബോധം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുറച്ചുകൂടി സമയം അധികമായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ല മാർക്ക് നേടാൻ പറ്റിയേനെ, കുറച്ചുകൂടി എഫേർട്ട് ഞാൻ അധികം ഇട്ടിരുന്നെങ്കിൽ, ഒന്നുകൂടി കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, എക്സാമിന് തലേന്നത്തെ ലൈവ് മാത്രം കാണാതെ, എക്സാമിന് തലേന്ന് മാത്രം പഠിക്കാതെ കുറച്ചധികം സമയം ഞാൻ പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഓണം എക്സാം റിസൾട്ട് ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു. അങ്ങനെ നിങ്ങൾ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. പല കുട്ടികൾക്കും അത് തോന്നുന്നുണ്ട്. എൻ്റെ ഇൻബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവർക്ക് ഓണം എക്സാം കുറച്ചധികം എഫേർട്ട്, ഇപ്പോൾ പഠിക്കുന്നതിനെക്കാട്ടിയും ഒരു അധികം എഫേർട്ട് കുറച്ചധികം ഇട്ടിരുന്നെങ്കിൽ അവർക്ക് ഓണം എക്സാം സെറ്റ് ആക്കാൻ പറ്റിയെന്ന് അവരിൽ പലരും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞ ആളുകൾ അവർ പഠിക്കാത്തത് കൊണ്ട് മാത്രമല്ല മാർക്ക് കുറഞ്ഞത്. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. 9ാം ക്ലാസ് ആണെങ്കിൽ കൂടി അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അതൊരു പ്രശ്നമാണെങ്കിലും മെയിൻ റീസൺ നിങ്ങൾ പഠിക്കാത്ത തന്നെയാണ്. കാരണം എൻ്റെ ഇൻബോക്സിൽ വേറൊരു ടൈപ്പ് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക് ഓണം എക്സാം നല്ല മാർക്ക് കിട്ടി, സോഷ്യൽ എ പ്ലസ് ആണ്, മാത്സിൽ എ പ്ലസ് ആണ്. ആ കുട്ടികളൊക്കെ പഠിച്ചതുകൊണ്ടാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഒരുപാട് കാലം കാത്തിരുന്നിട്ടാണ് ഒരു കപ്പ് നേടിയെടുത്തത്. അതിനുവേണ്ടി അവർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ലയണൽ മെസ്സി ഏകദേശം 4 വേൾഡ് കപ്പോളം കളിച്ചിട്ട് 5ാം വേൾഡ് കപ്പിലാണ് ഒരു കിരീടം സ്വന്തമാക്കിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് യൂറോ കപ്പ് നേടാനും UEFA നേഷൻസ് ലീഗ് നേടാനും ഒക്കെ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഓണപരീക്ഷയിലെ മാർക്ക് കുറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക. എന്നിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം, ആ ക്രിസ്മസ് എക്സാം നിങ്ങൾ അടിപൊളിയാക്കും, സെറ്റാക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടി പഠിക്കാൻ തീരുമാനിക്കുക. നിങ്ങൾ അധിക സമയം ഒന്നും മാറ്റി വെക്കേണ്ട. വീക്കിലി 5 days ഡെയിലി 3 hours വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും മികച്ച മാർക്ക് നേടാനാണ്. പഠിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം അനിയന്മാരോടും അനിയത്തിമാരോടും വിധി പറയാണ്. നിങ്ങൾ ഇപ്പോൾ ഓണം എക്സാം നേടിയ മാർക്കിന് നിങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. നിങ്ങൾ എക്സാമിന് തലേന്ന് പഠിച്ചിട്ടാണെങ്കിൽ കൂടി നിങ്ങൾ ഒരു മികച്ച മാർക്ക് നേടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ മാർക്കല്ല കിട്ടേണ്ടത്. നിങ്ങൾ ഒന്നുകൂടി എഫേർട്ട് ഇടാൻ കഴിവുള്ള ആളുകളാണ്. നിങ്ങൾ ഒന്നുകൂടി കഷ്ടപ്പെട്ടാൽ മികച്ച മാർക്ക് നേടാൻ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലൊരു മാർക്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ സ്വന്തം അനിയന്മാരോടും അനിയത്തിമാരോടും പറഞ്ഞു പറയാൻ നിങ്ങളോട് പറയണം, മക്കളെ പഠിക്കടാ, നിങ്ങൾ പഠിക്കുക. ക്രിസ്മസ് എക്സാമിന് ഈ ഒരു അബദ്ധം ഒരിക്കലും ആവർത്തിക്കരുത്. ക്രിസ്മസ് എക്സാം ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകരുത്. മികച്ച മാർക്ക് നിങ്ങൾ നേടണമെങ്കിൽ പഠിക്കണം. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, നമുക്ക് സെറ്റാക്കാം. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾ തേടി വരും. ഈ ഓണം എക്സാമിന് വരുത്തിയ മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ലെന്ന് മനസ്സിലായിക്കൊണ്ട് നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.